ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണിത്. ഇതിലേക്ക് നമ്മൾ പഴമൊന്നും ചേർക്കുന്നില്ല. പഴമൊന്നും ചേർക്കാതെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. സാദാ പച്ചരി തന്നെയാണ് എടുത്തത്. ഇത് നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 4 മണിക്കൂർ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനി നമുക്ക് 400 ഗ്രാം ശർക്കര പാനിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ശർക്കര ഇതുപോലെ ഒന്നൊരു ഫോർക്ക് ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടി കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കണം. അതിനു വേണ്ടി ഒരു ചട്ടി വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇതൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കുതിർത്ത് വെച്ച അരി നന്നായി വെള്ളമൊക്കെ പോക്കി ഒരു സ്ട്രെയിനറിലിട്ട് വെള്ളമൊക്കെ പോക്കി വെച്ചതാണ്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. 2 കപ്പ് അരി പൊടിച്ചപ്പോൾ 4 കപ്പ് അരിപ്പൊടിയാക്കി ഇട്ടിട്ടുണ്ട്. 3 കപ്പ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ബാക്കി 1 കപ്പ് നമുക്ക് നോക്കിയിട്ട് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് ചോറിട്ട് കൊടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ശർക്കരപ്പാനി ഇതിലേക്ക് പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തതാണ് ശർക്കരപ്പാനി ഇവിടെ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ ചോറും തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരപ്പാനി ബാക്കിയുള്ള പകുതിയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മാറ്റിവെച്ച 1 കപ്പ് പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ബാക്കിയുള്ള ശർക്കരപ്പാനി മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ മാവ് ഇരിക്കേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ മാവിന് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി നമ്മളിത് മാവ് മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. മാവ് റെഡിയാക്കിയെടുത്തപ്പോൾ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കുക. നമ്മൾ മാവ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ ഒരുപാട് കുടിക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുക. ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു ഗ്ലാസ് കൊണ്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എളുപ്പമായിരിക്കും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഈസി ടേസ്റ്റി ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് പഴമൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം എടുത്തിട്ട് നോക്കാം.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്